സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലല്ലോ. ആഗ്രഹിക്കാനല്ലേ പറ്റൂ. ചന്ദ്രലേക്ക് ആ, വന്ന അത്താഴം കഴിക്കാം. ഇന്നിവിടെ സീതയും ചിന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത്താഴം വിളമ്പാൻ ഞാൻ കൂടി ഇല്ലെങ്കിൽ ഇതുകൂടി കുടിക്ക്. ആ, കുറച്ച് ആശ്വാസം കിട്ടും. കുടിക്ക്. ഈശ്വര, നല്ല ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ. മഹി ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കായിരുന്നു. നീ കിടന്നു. ഡോക്ടറെ, മഹി ഇരിക്കെ. മഹി, പേഷ്യന്റ് സൂയിസൈഡൽ അറ്റംപ്റ്റിന് ഉപയോഗിച്ച പോയിസൺ ഫ്യൂരിഡാനാണ്. വിഷം ന്യൂറോ സിസ്റ്റത്തെ 70% അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ, ആളിന്റെ സ്റ്റേജ് അല്പം ക്രിട്ടിക്കലാ. മാത്രമല്ല, എല്ലാ മരുന്നുകളോടും ശിവദാസിന്റെ ബോഡി പ്രതികരിക്കുന്നുമില്ല. ശിവദാസനെ ഇവിടുന്ന് ജയിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സമ്മർദ്ദം നന്നായിട്ടുണ്ട്. കുറച്ചു നാളും കൂടി ഇവിടെ കിടത്താൻ ശ്രമിച്ചു നോക്കാം. അത്രേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ അതിനും തടസ്സം ഒരുപാടുണ്ട്. മുകളിൽ നിന്നും സ്വാധീനം ചെലുത്തേണ്ടി വരും. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. ഡോക്ടർ എന്തു പറഞ്ഞു? പറ്റുമെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താടോ? ഇയാള് പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ഒരു സംശയം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലോ അല്ലേ? അല്ലടോ. പിന്നെ നല്ല മഴക്കോളുണ്ട്. അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് നല്ല കാര്യേ. ജയിലിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തതിന്റെ പേരില് 2 ജോലിക്കാർ സസ്പെൻഷനില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ദാസേട്ടനൊരു ബൈസ്റ്റാൻഡർ അവിടെ നിർത്തത്തില്ല. താൻ വാ വാ. അത്താഴം എടുക്കട്ടെ? സീതയ്ക്ക് സുഖമില്ലാതെ കിടക്കുക. സീതയ്ക്ക് എന്ത് പറ്റി? നല്ല പനിയും ശ്വാസമുട്ടും ഉണ്ട്. ഒട്ടും വയ്യാന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഇല്ല, വിളിച്ചിട്ട് വരുന്നില്ല. മഹിയും ചിന്നും കൂടി ദാസേട്ടൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. സീതയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വേണ്ട, സീത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ വരില്ല. അത് അങ്ങനെ ഒരു ജന്മം. നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ സീതയുടെ കൂടെ ആരുമില്ല. അത്താഴം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഔട്ട് ഹൗസിലേക്കൊന്ന് പോവായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കണമെന്നില്ല. അത് പറ്റില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാ മതി.
അയ്യോ, ഞാൻ എടുക്കാം. അസുഖം ഒളിപ്പിച്ചു വെക്കുക. അതുകൊണ്ട് ആർക്ക് എന്താ നേട്ടം? അല്ല, അത് അസുഖം വന്നാ ചികിത്സിച്ചാലല്ലേ മാറൂ. അതും ഒളിപ്പിച്ചു വെച്ചങ്ങ് നടക്കും. അതാ സീതയുടെ കുഴപ്പം. അതെ അതെ. പാവം സീത ഒറ്റയ്ക്കേ ഉള്ളൂ. തളരുന്ന നേരത്തെങ്കിലും താങ്ങാൻ ഒരാളുണ്ടാകുന്നത് ഭാഗ്യ. ചിലപ്പോ എന്റെ കാര്യത്തിൽ അതുണ്ടായിന്ന് വരില്ല. സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലല്ലോ. ആഗ്രഹിക്കാനല്ലേ പറ്റൂ. ചന്ദ്രലേക്ക് ആ, വന്ന അത്താഴം കഴിക്കാം. ഇന്നിവിടെ സീതയും ചിന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത്താഴം വിളമ്പാൻ ഞാൻ കൂടി ഇല്ലെങ്കിൽ സീതേ, സീതേ, ദാ ഇത് കഴിക്കേ. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സീതയെ ഞാനും നിർബന്ധിച്ചതാ. ആര് കേക്കാനാ? മോനെ, ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അത് പിന്നെ പറയാം ചന്ദ്രമ്മേ. നാളെ ചിന്നുവിന് ഗാർഡിയനെ കൂട്ടി കോളേജിൽ പോകാനുള്ളതാ. ഈ അവസ്ഥയിൽ മൊത്തത്തില് പ്രശ്നങ്ങളാണല്ലേ ചന്ദ്രമ്മേ. കോളേജുകാരാണെങ്കിൽ ചിന്നുവിനെ പുറത്താക്കാൻ ഒരു കാറും നോക്കിയിരിക്കുക.